ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കർണാടക സ്പെഷ്യൽ ഒരു ചിക്കൻ സുക്കയാണ്. ചിക്കൻ ഉപ്പും നാരങ്ങയും ഇട്ടൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. 10 വറ്റൽമുളക് വേണം, മല്ലി 2 ടീസ്പൂണ്, ജീരകം 1/2 ടീസ്പൂണ്, പെരിഞ്ജീരകം 1/2 ടീസ്പൂണ്, കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ പട്ടയുടെ ഇല ഒരെണ്ണം, ഒരു കഷ്ണം പട്ട, സവാള 2 കട്ട് ചെയ്തത്, ചെറിയ തേങ്ങ ഒരെണ്ണം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ സുക്ക ആക്കാൻ വേണ്ടത്. ഉരുളി ഒരെണ്ണെടുത്ത് നമുക്ക് ഗ്യാസ് കത്തിച്ച് വയ്ക്കാം. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. എണ്ണ ചൂടായി എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. മല്ലി, മുളക്, കുരുമുളക്, ജീരകം, പെരിഞ്ജീരകം, പട്ട ചെറിയൊരു കഷ്ണം, പട്ടയുടെ ഇല, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക സിമ്മിലിട്ടിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാകമായിട്ടുണ്ട്. അല്പം ആറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നൈസായിട്ട് പൊടിയാകാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ചെറിയൊരു കഷ്ണം വാളംപുളി കൂടി ചേർത്ത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഒന്നും കൂടി. ഇതിലേക്ക് തേങ്ങ ചിരവി വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഉരുളി വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. സവാള വഴന്ന് വന്ന ശേഷം നമ്മുടെ ചിക്കൻ സുക്കയുടെ മസാലക്കൂട്ട് പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് ചിക്കനും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്തിട്ടില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തുറന്നു നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അല്പം കരിയാപ്പലയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂടി കൊടുക്കണേ. കരിയാപ്പലയുടെ ആ ഒരു നല്ല മണം ചിക്കനിലോട്ടൊന്ന് വലിക്കട്ടെ. നമ്മുടെ കർണാടക സ്പെഷ്യൽ ചിക്കൻ സുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യമായി ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും കൂടി ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമായവർക്ക് കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.